മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ വളരെ സങ്കടത്തിലാണ് അനീഷ്. എനിക്ക് മാനസിക സങ്കടമുണ്ടായി ബിഗ് ബോസ് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റന്മാർ, അതായത് ആര്യൻ, നെവിൻ, അക്ബർ, ഇവർ 3 പേരും ഇന്നലെ ഒരു തീരുമാനം കൊണ്ടുവന്നിരുന്നു. അനീഷ് ഏട്ടന് സ്റ്റോർ റൂമിൽ പോകാം, അതായത് ബെല്ലടിക്കുമ്പോൾ സ്റ്റോർ റൂമിൽ പോകാം, ഒരു കുഴപ്പവുമില്ല. ടാസ്ക് കളക്ടർ ആണെങ്കിൽ അനീഷേട്ടൻ വായിക്കാതെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടു തരണം. അതുപോലെ തന്നെ മെഡിസിൻ ആണെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തു കൊടുത്തോളാം. ഈ തീരുമാനങ്ങൾക്കൊക്കെ ഇന്നലെ അനീഷ് ശരി പറഞ്ഞതായിരുന്നു. എങ്കിലും ഇന്ന് രാവിലെ ബെല്ലടിച്ച സമയത്ത് അനീഷ് ഓടിപ്പോയി മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു. ആ സമയത്ത് അക്ബറും വരുന്നുണ്ട്. അക്ബർ എന്നിട്ട് അനീഷിൻ്റെ നിന്ന് ആ മെഡിസിൻ വാങ്ങുന്നു. അതും വളരെ നോർമലായിട്ടാണ് അക്ബർ അനീഷിൻ്റെ നിന്ന് മെഡിസിൻ വാങ്ങിക്കുന്നത്. അനീഷിനോട് ദേഷ്യപ്പെടുക ഒന്നും ചെയ്തില്ല. എന്നിട്ട് അക്ബറാണ് എല്ലാവർക്കും മെഡിസിൻ കൊടുക്കുന്നത്. രാവിലത്തെ ഈ ഒരു സംഭവമാണ് അനീഷിന് ഇത്രയും മാനസിക പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. അനീഷ് നേരെ പുറത്ത് ഊഞ്ഞാലിൽ പോയിരുന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ്, ഞാനാണ് മെഡിസിൻ എടുത്തത്, എന്നിട്ട് അക്ബർ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി. എനിക്കത് വളരെ മാനസിക പ്രശ്നമുണ്ടാക്കി ബിഗ് ബോസ്. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല എല്ലാവർക്കും ഈ മെഡിസിൻ എടുത്തു കൊടുക്കുന്നത്. എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് രോഗിയാണ്. ഞാനപ്പോൾ അച്ഛന് മെഡിസിൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇവർക്ക് കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടം. അത് മതി എനിക്ക് അന്നത്തെ ദിവസം സന്തോഷിക്കാൻ. ഇന്നലെ ക്യാപ്റ്റന്മാർ തീരുമാനം പറഞ്ഞപ്പോൾ ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. പക്ഷേ ഞാൻ മെഡിസിൻ എടുത്ത് കൊടുത്തു എന്ന് കരുതി ഇപ്പോൾ എന്താണ്? ഞാൻ കൊടുത്താൽ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? ഞാനൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നലെ ക്യാപ്റ്റന്മാർ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു അക്ഷരവും മിണ്ടിയില്ല. പക്ഷേ ഞാനാണ് ആദ്യം ചെന്ന് ഇന്നെടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനീഷ് ബിഗ് ബോസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അനീഷിന് മാനസിക പ്രശ്നമുണ്ടായി, അനീഷിന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് വളരെ സെൻറ്റിയായിട്ട് സംസാരിക്കുന്നു. സത്യം പറഞ്ഞാൽ അനീഷ് തന്നെയാണ് ഇങ്ങനെ വെറുപ്പിച്ച് വെച്ചത്. ഉറങ്ങിക്കിടക്കുന്നവർക്കും മെഡിസിൻ 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 എന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കും. അത് മറ്റുള്ളവർക്കൊരു ഇറിറ്റേഷനാണ്. അത് വിചാരിച്ചാവാം ചിലപ്പോൾ അക്ബർ അനീഷിനോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. ഓൾറെഡി ഇന്നലെ തന്നെ അനീഷിനോട് പറഞ്ഞിരുന്നു മെഡിസിൻ ഞങ്ങൾ കൊടുത്തോളാം എന്ന്. ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന് ശേഷം ഒരുപാട് പേരുണ്ട് രോഗികളായിട്ട്. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് മെഡിസിൻ കൊടുക്കാനുണ്ട്. കുറേ പേര് ഇപ്പോഴും ക്ഷീണം കാരണം ഉറങ്ങുകയാണ്. അനീഷാണ് മെഡിസിൻ കൊണ്ടുപോകുന്നെങ്കിൽ ആ ഉറങ്ങുന്നവരെയും കൂടി വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ കയ്യിലെ മെഡിസിൻ കൊടുക്കൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാവാം അക്ബർ അങ്ങനെ ചെയ്തത്. എന്തായാലും ആ ഒരു സംഭവം അനീഷിന് വളരെ സങ്കടത്തിലാക്കി. ഒരു 10 മിനിറ്റോളമായി അനീഷിൻ്റെ സങ്കടങ്ങൾ ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.